അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റുക്യാത്ത സമീറയോട് പറഞ്ഞു, സെമിയെ മോളെ, ഇന്ന് ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടല്ലേടി. എന്നാൽ റാഹില ഇത് കേട്ട് ഓടിയെത്തി. എന്താ റുക്യാത്ത നിങ്ങൾ പറയുന്നു, ഉസ്താദിന്റെ ക്ലാസ് ഇന്നുണ്ടെന്നോ? അതെ, ഉസ്താദിന്റെ ക്ലാസ് കേട്ട് നന്നായതായിരുന്നു റാഹില. എന്നാൽ ഉസ്താദിന്റെ ക്ലാസ് പെട്ടെന്നാണ് അതിൻ്റെ അനൗൺസ്മെന്റ് വന്നതും അതെ ഗ്രൂപ്പുകളിലേക്കും വാട്സപ്പിലേക്കൊക്കെ സന്ദേശങ്ങൾ വന്നതുമൊക്കെ. ഫൈസി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട്, പ്രത്യേക ദുആ മജ്ലിസുമുണ്ട്, എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തൊക്കെ തന്നെയാലും ഉസ്താദ് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു ക്ലാസ് വെക്കാറുള്ളത്. എന്നാൽ റുക്യാത്താക്ക് പോരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സമീറയും കുഞ്ഞുങ്ങളെയും വിട്ട് എങ്ങനെ പോകും? പിന്നെ സൗദ ഓളങ്ങ് സുഖമില്ലാത്ത രീതിയിലല്ലേ, ഓളടുത്തുനിന്നിട്ട് പോകാനും പറ്റൂല. എന്നാൽ റാഹിലയോട് പറഞ്ഞു, റാഹില മോളെന്ന ഈ പൊയ്ക്കോ, ഞാൻ ഇവിടുന്ന് ഫോണിൽ കൂടെ കേട്ടോളാം. ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കുക എന്നാൽ അതിനും വലിയൊരു സുഖമില്ല നമുക്ക്. കാരണം എന്തോരൊരു നമ്മളെ കുറേ സ്വഭാവം നന്നാക്കാൻ നല്ലൊരു ഉസ്താദ് തന്നെയാണത്. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, മോള് പൊയ്ക്കോ. എന്നാൽ ജമീലത്താത്ത അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. ആ ഏതായാലും എൻ്റെ ഐഷു ഇല്ലല്ലോ ക്ലാസ് വെക്കാനൊന്നും. ഓൾക്ക് അതിന് വലിയ പൂതി, അതിനൊക്കെ പഠിച്ചോനെ വല്ലാത്തൊരു പുതുമ. ഇവിടുന്ന് ഇപ്പോൾ ആരാണുള്ളത്? റുക്കിയാജ് പോരുന്നുണ്ടോ? ഇല്ല, ഞാൻ പോരുന്നില്ല. കാരണം സമീറാനെ കുട്ടികളും നോക്കണ്ടേ. എന്നാൽ സമീറ പറഞ്ഞു, റുക്കിയാത്ത നിങ്ങൾ പോയിക്കോളി, എനിക്ക് കുഴപ്പമില്ല, മക്കളെ ഞാൻ നോക്കിക്കോളാം, അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതിനെന്താ മോളെ, വേണ്ട, എൻ്റെ ഐഷുമ്മ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. ഐഷുമ്മ ഇല്ലാത്തോളം ഞാൻ എന്നെ ഇട്ട് പോകുന്ന ഒരിക്കലും ശരിയല്ല. എന്നാൽ മിസ്രിക്കും ക്ലാസ് കേൾക്കാൻ പോകുവാൻ വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ ഫസീലയും വിളിച്ചു പറഞ്ഞു ക്ലാസ്സിന് പോകുന്ന കാര്യമൊക്കെ. പക്ഷേ തൻ്റെ ഭർത്താവ് പിന്നെ വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ഫസീലക്കും വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ്. എന്നാൽ ഉസ്താദിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പോകാനുള്ള തത്രപ്പാടിലായിരുന്നു എല്ലാവരും. അങ്ങനെ ഏതാ മഗ്‌രിബിൻ്റെ ശേഷമായിട്ട് ക്ലാസ് തുടങ്ങുകയാണ്. റുക്യാത്ത വീട്ടിൽ നിന്നു മിസിരിയും റാഹിലയും അതാ ക്ലാസ് കേൾക്കുവാൻ പോയി. എന്നാൽ അപ്പോഴേക്കും അവിടെ ആ സദസ്സാകെ ജനനിബിഡമായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അതാ ഉസ്താദ് സ്റ്റേജിലേക്ക് കയറി വന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി വസഹ്ബി അജ്മഈൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഈ ക്ലാസ്സിൽ പതിവ് പോലെ ഒരു വിഷയം അവതരിപ്പിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഭാരമുള്ള ഒരു മനസ്സുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യം ഒരു സന്തോഷ വാർത്ത പറയട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ വീട്ടിൽ എനിക്ക് ഇരട്ട കുട്ടികൾ ജനിച്ചു. അതിനുവേണ്ടി നിങ്ങൾ നടത്തിയ ദുആകൾക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അള്ളാഹു അവരെ ദീനിൻ്റെ വഴിയിൽ വളർത്തിയ ഖുർആൻ്റെ ആളുകളാക്കി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കി അനുഗ്രഹിക്കട്ടെ, ആമീൻ. എന്നാൽ ആ സന്തോഷത്തിനിടയിലും എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതയായ പുത്തൻ വീട് തറവാട്ടിലെ ആയിഷുമ്മ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സഹോദരങ്ങളെ, പണമുണ്ടായതുകൊണ്ട് വലിയവരാകാൻ എളുപ്പമാണ്. എന്നാൽ മനസ്സുകൊണ്ടും കാരുണ്യം കൊണ്ടും വലിയവരാകാൻ എല്ലാവർക്കും കഴിയില്ല. ആയിഷുമ്മ അങ്ങനെയൊരു മനുഷ്യയാണ്. ഒരു വിശക്കുന്നവൻ അവരുടെ വീടിൻ്റെ വാതിൽക്കൽ വന്നാൽ ഭക്ഷണം തീർന്നു എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ചരിത്രം ആ വീടിനില്ല. ഒരു അനാഥക്കുട്ടിയുടെ കണ്ണീർ കണ്ടാൽ സ്വന്തം കൊച്ചുമക്കളെ സ്നേഹിക്കുന്നത് പോലെ അവരെ ചേർത്ത് പിടിക്കുന്ന ഉമ്മയായിരുന്നു അവർ. ഒരു രോഗിയുടെ ചികിത്സക്ക് പണം വേണമെന്ന് പറഞ്ഞാൽ ആരും അറിയാതെ സഹായം എത്തിക്കും. എത്ര പെൺകുട്ടികളുടെ വിവാഹമാണ് അവരുടെ സഹായത്തോടെ നടന്നത്. എത്ര വിദ്യാർത്ഥികൾക്ക് പുസ്തകവും ഫീസും വാങ്ങിക്കൊടുത്തു. എത്ര വിധവകൾക്ക് മാസങ്ങളോളം ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു. പക്ഷേ അതൊന്നും നമ്മൾ അറിയാതെയാണ്. നമ്മളറിയുന്ന ഐഷുമ്മ നമ്മളെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കുന്ന ഐഷുമ്മയാണ്. പക്ഷേ അത് മാത്രമല്ല, ഐഷുമ്മ ഒരുപാട് രഹസ്യമായിട്ട് നന്മകൾ ചെയ്യുന്ന ഒരു മഹത് വ്യക്തി കൂടിയാണ് അവർക്ക് സഹായം വാങ്ങിയവരുടെ പേര് പോലും പലപ്പോഴും ഓർമ്മയുണ്ടാകില്ല. കാരണം സഹായം ചെയ്തതിൻ്റെ കണക്ക് മനുഷ്യരോടല്ല, അള്ളാഹുവിനോടായിരുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. ആ ഹദീസിൻ്റെ അർത്ഥം ജീവിതത്തിൽ നടപ്പാക്കിയ ഒരാളുണ്ടെങ്കിൽ അതിലൊരാളാണ് നമ്മുടെ ഐഷുമ്മ. റമളാൻ വന്നാൽ ആദ്യം ചിന്തിക്കുന്നത് സ്വന്തം നോമ്പല്ല, പാവപ്പെട്ടവരുടെ നോമ്പ് തുറയാണ്.
പെരുന്നാൾ വന്നാൽ ആദ്യം വാങ്ങുന്നത് സ്വന്തം വസ്ത്രമല്ല, അനാഥ കുട്ടികൾക്കുള്ള വസ്ത്രമാണ്. ഒരു വീട്ടിൽ തീപിടുത്തമുണ്ടായാലും, ഒരു കുടുംബം കടബാധ്യതയിൽ പെട്ടാലും, ഒരു രോഗിക്ക് ശസ്ത്രക്രിയ വേണമെങ്കിലും ആദ്യം ഓടിയെത്തുന്ന കൈകളിൽ ഒന്നായിരുന്നു ആയിഷുമ്മയുടേത്. അതെ, മകൻ ഷമ്മാസിനെ കൊണ്ട് പലപ്പോഴും അന്വേഷിപ്പിക്കും, പൊന്നു മോനെ, അവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും വീടില്ലാത്തതുണ്ടോ? ഏതെങ്കിലും പാവപ്പെട്ട മക്കളുടെ കല്യാണം കഴിക്കാൻ ക്യാഷ് ഇല്ലാതെ നിൽക്കുന്നുണ്ടോ? അതെല്ലാം അന്വേഷിപ്പിക്കാൻ സ്വന്തം മകനെ തന്നെയാണ് ഏർപ്പാട് ചെയ്തിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഐഷുമ്മയും ഷമ്മാസും ഈ സദസ്സിലില്ല. അവർ ഹോസ്പിറ്റലിലാണ്. പലരും ദാനം ചെയ്യുന്നത് ആളുകൾ കാണാൻ വേണ്ടിയാണ്. പക്ഷേ അവർ ചെയ്തത് രാത്രിയുടെ ഇരുട്ടിൽ, വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ. അതാണ് ഇഖ്ലാസ്, അതാണ് ആത്മാർത്ഥത. സഹോദരങ്ങളെ, ഇന്ന് ആ കൈകളാണ് ആശുപത്രിയിലെ കിടക്കയിൽ വിശ്രമിക്കുന്നത്. ഇന്ന് മറ്റുള്ളവരുടെ കണ്ണീർ തുടച്ച ആ കണ്ണുകളാണ് ചികിത്സയിലൂടെ കടന്നു പോകുന്നത്. ആരൊക്കെ തന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമായിരുന്നു അവരുടെ സമീപനം. അതിനാൽ ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. ഒരു രോഗിയെ സന്ദർശിക്കുന്നതും വലിയ സുന്നത്താണ്. സമയം കിട്ടുന്നവർ അവരെ സന്ദർശിക്കണം. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണം. അവർ ചെയ്ത നന്മകൾ മറക്കരുത്. കാരണം നന്ദിയില്ലാത്ത മനുഷ്യനെ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നില്ല. സഹോദരങ്ങളെ, ജീവിതം നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. ഇന്ന് ആരോഗ്യത്തോടെ നടക്കുന്നവർ നാളെ ആശുപത്രിയിലായേക്കാം. ഇന്ന് സമ്പന്നനായവൻ നാളെ സഹായം ചോദിക്കേണ്ടി വരാം. അതിനാൽ അഹങ്കരിക്കരുത്. നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ അമാനത്താണ്. അത് ഉപയോഗിക്കേണ്ടത് മനുഷ്യർക്ക് ഉപകാരപ്പെടാനാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കൂടെ വരുന്നത് വീടോ വാഹനമോ ബാങ്ക് ബാലൻസോ അല്ല. ഒരു വിശക്കുന്നവന് നൽകിയ ഒരു നേരത്തെ ഭക്ഷണം, ഒരു അനാഥൻ്റെ തലയിൽ വെച്ച് സ്നേഹത്തിൻ്റെ കൈ, ഒരു രോഗിക്ക് നൽകിയ മരുന്ന്, ഒരു വിദ്യാർത്ഥിക്ക് വാങ്ങിക്കൊടുത്ത പുസ്തകം, ഒരു പള്ളിക്ക് നൽകിയ ചെറിയൊരു സംഭാവന, ഇതൊക്കെയാണ് നാളെയുടെ സമ്പത്ത്. ആയിഷമ്മയുടെ ജീവിതം നമ്മോട് പറയുന്ന സന്ദേശം ഇതാണ്: മനുഷ്യർക്ക് വേണ്ടി ജീവിക്കൂ, അള്ളാഹു നിങ്ങളെ ഉയർത്തും. ഇനി നമുക്കെല്ലാവർക്കും കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അല്ലാഹുമ്മ റബ്ബിന്നാസ് ഇദ്ഹബൽ ബഅസ വഷ്ഫ് അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ശിഫ്വൻ ലാ യഗാദിർ സഖ്മ. യാ അല്ലാഹ്, ആയിഷമ്മക്ക് സമ്പൂർണ്ണ ഷിഫ നൽകണമേ. അവരുടെ എല്ലാ വേദനകളും നീക്കി ആരോഗ്യത്തോടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും തിരികെ എത്തിക്കണമേ. അവർ ചെയ്ത എല്ലാ ദാനധർമ്മങ്ങളും സ്വതക്ക ജാരിയായും മഹത്തായ സൽപ്രവൃത്തികളായും സ്വീകരിക്കണമേ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകണമേ. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ രോഗികൾക്കും നീ ഷിഫ നൽകണമേ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണമേ. നമ്മുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ വിളിച്ചപ്പോഴേക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇവിടെ ഓടിയെത്തിയിരിക്കുന്നു. സദസ്സാകെ നിറഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും എല്ലാവരും സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും ഞാൻ സംഭാവനയ്ക്ക് വേണ്ടി നിർബന്ധിക്കുന്നില്ല. കാരണം നിങ്ങൾ സംഭാവന നൽകിയാൽ തന്നെ അതൊരിക്കലും ഞാൻ എടുക്കുകയുമില്ല. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ പാവപ്പെട്ട എത്രയോ ആളുകളുണ്ട്, വീടില്ലാത്തവർ, അതെ, പിതാവില്ലാത്തവർ, അനാഥരായ എത്രയോ ആളുകൾ, പാവങ്ങൾ. അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി നൽകുക. മദ്രസിനും പള്ളിക്കും വേണ്ടിയിട്ട് പരിപാലനത്തിന് വേണ്ടി നൽകുക. അതൊക്കെയാണ് നമുക്ക് നാളത്തേക്ക് ഉപകാരപ്പെടുക. അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പ്രതിഫലവും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ടോളൂ. നിങ്ങൾ എന്ത് നിയത്ത് വെച്ച് നിങ്ങൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിലും നിങ്ങളുടെ നിയത്തുകൾ അല്ലാഹു പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ അതിനിടയിൽ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ഇത്രയും നല്ല പ്രഭാഷണമൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്കും വേണ്ടേ? അൽഹംദുലില്ലാ, ഇന്ന് റാഹത്തോടു കൂടി ഞാൻ ജീവിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും. അപ്പം നിങ്ങൾ എനിക്ക് തന്നാൽ മതി. ഇപ്പം അൽഹംദുലില്ലാ റാഹത്തോടു കൂടി തന്നെ കഴിയാണ്. ഉസ്താദേ, നിങ്ങളുടെ എന്ത് കുട്ടികളാ? പറഞ്ഞില്ല. അതെ, എൻ്റെ വീട്ടിൽ അക്കയൊക്കെ കഴിച്ചിരുന്നു. ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, അറിയാത്തവരും ഉണ്ടാകും. 2 ആൺകുട്ടികളെ അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. ഹസൻ, ഹുസൈൻ എന്ന് അവർക്ക് നാമകരണം ചെയ്യുകയും ചെയ്തു. മൂത്തമോൾ ആയിഷ. മാഷാ അല്ലാ. അതെ, സദസ്സിലാകെ സന്തോഷത്തിൻ്റെ അലയടിക്കൽ. പ്രിയപ്പെട്ടവരെ, എനിക്ക് അള്ളാഹു നൽകിയ സന്തോഷമാണത്. പക്ഷെ അതിനിടയിൽ ഇങ്ങനൊരു ദുഃഖം നൽകിയപ്പോൾ എൻ്റെ മനസ്സാകെ തകർന്നു പോയിട്ടുണ്ട്.
എല്ലാവരും ദുആ ചെയ്യുക കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നാൽ അന്നും പതിവ് തെറ്റിച്ചില്ല. ആരോ ഒരാൾ അന്നത്തെ ഫുഡിൻ്റെ കാര്യമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. അതാരാണെന്നോ എന്താണെന്നോ അറിയില്ല. ഷമ്മാസ് പോലും ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിച്ചത് അറിഞ്ഞില്ല. കാരണം ഷമ്മാസിനൊക്കെ പൊറുതികേടായിരിക്കും, ഐഷുമ്മക്ക് അതിലേറെയായിരിക്കും. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് അതാ ഫോൺ തുറന്നപ്പോൾ ലൈവാണ് കണ്ടത്. ആ ഒരു ലൈവ് കണ്ട ഷമ്മാസ് ശരിക്കും ഞെട്ടി. ഉസ്താദിൻ്റെ ലൈവോ? ഇതിപ്പോൾ പെട്ടെന്ന് അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയുള്ള ദുആയും കാര്യങ്ങളും കണ്ടപ്പോൾ ഒരു നിമിഷം ഷമ്മാസ് അറിയാതെ കരഞ്ഞുപോയി. എന്നാൽ ഏതായാലും മിസിരി എന്നും പറയാറുണ്ടായിരുന്നു ക്ലാസ്സിന് പങ്കെടുക്കണമെന്ന്. ഫസീലത്തെ പോകുമ്പോൾ അവളെ പറഞ്ഞയച്ചത് കൊണ്ട് തന്നെ അവൾക്കും അതിൽ പങ്കെടുക്കാനായിട്ടുണ്ടാകും. ഷമ്മാസ് ഓരോന്ന് വിചാരിച്ചു. എന്നാൽ ക്ലാസ് നടക്കുന്നതിനിടയിൽ ഷമ്മാസ് ഉമ്മയുടെ അരികിലേക്ക് ചെന്നു. ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടെന്ന്. മോനെ, എൻ്റെ കുട്ടിയെ, ചെറിയൊരു ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു ദുആ ഒരു സദസ്സ് സംഘടിപ്പിച്ചതാണ്, വേറെ ഒന്നുമില്ല മോനെ. അല്ലാ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി, ഒരു നാട് മൊത്തം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. ഐഷുമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളി ഒഴുകി. ഉമ്മ സഹായിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എന്തായാലും അൽഹംദുലില്ലാ എൻ്റെ ഉമ്മ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് മോനെ, എൻ്റെ കുട്ടി. വിഷമിക്കണ്ട, നവാസ്കയെ നമുക്ക് എന്തായാലും കൊണ്ടുവരാം കേട്ടോ. എന്നാൽ ഈ സമയം കുഞ്ഞു ഷമ്മാസിനോട് വിളിച്ചു ചോദിക്കുന്നു. അതിനിടയിൽ, അല്ല എന്താ പറയേണ്ടത്, ഫസീലത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാനാണെങ്കിൽ മൗനം പാലിച്ചു കുഴങ്ങി. മോനെ, തൽക്കാലം ഫസീലത്തിയോട് പറയണ്ട, ഏതായാലും അറിഞ്ഞു. അറിഞ്ഞപ്പോൾ സ്ഥിതി ഇതായി. ഇനി ഫസീലത്ത് കൂടി അറിഞ്ഞാൽ എന്തായി തീരുമെന്ന് ആലോചിച്ച് നോക്ക്. അറിയണ്ട, അതിനു മുമ്പേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. എന്നാൽ ഈ സമയം മുഹ്സിൻ തങ്ങൾ അതാ ഓരോ ആലോചനയിലാണ്. കാരണം നവാസിൻ്റെ കാര്യം തന്നെ, ഇത് എങ്ങനെ, അവന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതായത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തീർച്ചയായും അവന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും ആ കേസ് ഫയൽ ചെയ്തത് ഒഴിവാക്കും. കാരണം ഒന്നും തെളിവില്ലല്ലോ എന്ന് കരുതി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് അതാ ഫയലുകളിൽ ചിലത് കാണാനില്ല, ചിലത് അട്ടിമറിച്ചു, നജീബ് സാറിൻ്റെ കയ്യിൽ നിന്ന് ആ കേസ് പോയി എന്നൊക്കെ പറഞ്ഞു പുതിയൊരു പോലീസ് വന്നതും വിഷ്ണു എന്ന പേരിലുള്ള അയാൾ ഈ ഒരു കേസ് അന്വേഷിക്കലും കാര്യങ്ങളും എല്ലാം ഏറ്റെടുത്തതും പെട്ടെന്ന് ഇങ്ങനെ തലതിരിഞ്ഞു എന്നുള്ള ആലോചനയിലാണ് മുഹ്സിൻ തങ്ങൾ. പള്ളിയിലെ ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള ആ സമയം കാറ്റ് കനത്ത് വീശുന്നുണ്ടായിരുന്നു. മുഹ്സിൻ തങ്ങൾ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തനിച്ചിരുന്ന് ചിന്താകുഴപ്പത്തിലായിരുന്നു. മനസ്സിൽ മുഴുവൻ നവാസിൻ്റെ മുഖം മാത്രമായിരുന്നു. പാവം, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട പാവം ചെറുപ്പക്കാരന് ഇന്ന് ആയിരിക്കും. റബ്ബേ, നീ എല്ലാം കാണുന്നവനല്ലേ. ഷമ്മാസ് പിന്നെ ഒന്നും കൂടി ഉഷാറാണ്, വർത്താനം പറയാനും മിണ്ടാനും ഇനിയിപ്പോൾ എല്ലാവരോടും ഇടപഴകാനും. പക്ഷേ ഈ നവാസ് എന്നുള്ള മനുഷ്യൻ ഒരു പാവം മനുഷ്യനാണ്. എന്താ ചെയ്യുക, നിരപരാധിയായ നവാസിനെ ചതിച്ചതാരാ റബ്ബേ. തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കേസിൻ്റെ തുടക്കം മുതൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നവാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ തങ്ങളും നാട്ടുകാരും വലിയൊരു വക്കീലിനെ വെക്കാൻ തുനിഞ്ഞില്ല. സത്യം തനിയെ പുറത്തു വരുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ജാമ്യം ലഭിക്കുമെന്നുള്ള ഉറപ്പുള്ള ദിവസത്തിൻ്റെ തലേന്ന് രാത്രി അപ്രതീക്ഷിതമായ ചില ആളുകൾ വീണ്ടും നവാസിനെ മറ്റൊരിടത്തേക്ക് മാറ്റിയപ്പോഴാണ് തങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ഇത് വെറുമൊരു കേസല്ല, കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന വലിയൊരു അട്ടിമറിയാണ്. വമ്പൻ സ്രാവുകൾ ഇതിന് പിന്നിലുണ്ട്. അവർ മറുഭാഗത്ത് കോടികൾ എറിഞ്ഞ് വലിയ വക്കീലന്മാരെ അണിനിരത്തിയിരിക്കുന്നു. തങ്ങൾ പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. റബ്ബേ, പണവും സ്വാധീനമുള്ളവർ സത്യത്തെ മൂടിവെക്കാൻ നോക്കുന്നു. നവാസിനെ രക്ഷിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. എന്തൊക്കെ തന്നെയാലും നീ സത്യം തെളിയിച്ചു തരണമേ. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് തങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു മുഖം മിന്നി മറഞ്ഞു. തൻ്റെ പഴയൊരു പ്രിയപ്പെട്ട ശിഷ്യ. അവൾ മറ്റാരുമല്ല, ഇന്ന് കോടതികളിൽ സത്യത്തിൻ്റെ വാളായി മാറിയ റിസ്വാന വക്കീലാണ്. റിസ്വാന, ആ പേര് ഓർക്കുമ്പോഴേ തന്നെ തങ്ങളുടെ മനസ്സിൽ ഒരു ആശ്വാസം തോന്നി. പണത്തോടോ പ്രശസ്തിയോടോ അവൾക്ക് ലവലേശം താല്പര്യമില്ല.
കള്ളക്കേസുകളിൽ കുടുങ്ങുന്ന പാവങ്ങൾക്ക് വേണ്ടിയും നിരപരാധികൾക്ക് വേണ്ടിയും മാത്രം വാദിക്കുന്ന ധീരയായ പെൺകുട്ടി. ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ എത്രയോ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവൾ. ഒരിക്കൽ പോലും കള്ളത്തിൻ്റെ ഭാഗത്ത് നിൽക്കില്ലെന്ന് ഉറപ്പുള്ള ഒരേയൊരു വക്കീൽ അത് റിസ്വാന മാത്രമാണ്. അവൾ വിചാരിച്ചാൽ ഈ അട്ടിമറി പൊളിക്കാൻ കഴിയും. തങ്ങൾ സ്വയം പറഞ്ഞു. തങ്ങൾ വേഗം തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് കോണ്ടാക്റ്റ് ലിസ്റ്റിൽ റിസ്വാന എന്ന് സെർച്ച് ചെയ്തു. നിർഭാഗ്യം, നമ്പർ കാണുന്നില്ല. വീണ്ടും വീണ്ടും നോക്കി, പക്ഷേ റിസ്വാനയുടെ നമ്പർ അതിലില്ലായിരുന്നു. അപ്പോഴാണ് തങ്ങൾക്ക് ഓർമ്മ വന്നത്, മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ പഴയ ഫോൺ കേടായപ്പോൾ പുതിയ ഫോൺ വാങ്ങിയതായിരുന്നു. പഴയ നമ്പറുകളെല്ലാം ജിമെയിൽ ഐഡിയിലായിരുന്നു സേവ് ചെയ്തിരുന്നത്. ആ ജിമെയിലിൻ്റെ പാസ്വേഡ് വിവരങ്ങളും എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. അതോടെ ആ പഴയ നമ്പറുകളെല്ലാം ഇല്ലാതെയായി. തങ്ങളുടെ മനസ്സിൽ ആകാംക്ഷയും ഭയവും നിറഞ്ഞു. സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. നവാസിനെ ചതിക്കാൻ മറുഭാഗം കുരുക്കുകൾ നീക്കുകയാണ്. റിസ്വാനയുടെ നമ്പർ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. തങ്ങൾ ഫോണിൽ പല വഴിക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവളുടെ പഴയ സുഹൃത്തുക്കളെയും അറിയാവുന്ന മറ്റാളുകളെയും വിളിച്ച് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതേസമയം അതാ അവരുടെ ആ പുതിയ വില്ലയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ റിസ്വാന വക്കീൽ തൻ്റെ ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. ഭർത്താവ് സഫീർ അതാ പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്നാൽ റിസ്വാന വക്കീലിൻ്റെ അരികിലേക്ക് വലിയ പണക്കാർ കോടികളുമായി വന്നാലും കേസിൽ കള്ളമുണ്ടെന്നറിഞ്ഞാൽ റിസ്വാന ആ പടിയിറക്കി വിടും. വേണ്ട, ഇതൊരിക്കലും തെറ്റാണ്. എന്നെക്കൊണ്ട് കളവ് പറയാനാവില്ല. അത് അവളുടെ നിയമമാണ്. നേരെ മറിച്ച് കയ്യിൽ ഒരണ പൈസ പോലും ഇല്ലാത്ത ആ പാവം ഒരു ഉമ്മ വന്ന് മകൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് കരഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയും റിസ്വാന കേസ് നടത്തും. അവളുടെ കോർട്ട് റൂമിലെ വാദങ്ങൾ പ്രശസ്തമാണ്. സിംഹത്തെ പോലെയാണ് അവൾ എതിർഭാഗം വക്കീലന്മാരോട് പോരാടുന്നത്. പണവും അധികാരവും കാണിച്ച് തന്നെ ഭയപ്പെടുത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ അവൾ തല ഉയർത്തി പിടിച്ചു നിൽക്കും. ഈ സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു അപരിചിത നമ്പറിൽ നിന്നും കോൾ വരുന്നത്. അത് മുഹ്സിൻ തങ്ങളെ അറിയാവുന്നൊരു പഴയ നാട്ടുകാരൻ്റേതായിരുന്നു. റിസ്വാന ഫോൺ എടുത്തു. ഹലോ, യെസ് അഡ്വക്കേറ്റ്, ഓക്കെ. ആ ആ തങ്ങൾ റിസ്വാനയെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ആ വിവരം അവളോട് പറഞ്ഞു. തങ്ങളോ? തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിൻ തങ്ങൾ തിരക്കുന്നു എന്നറിഞ്ഞതും റിസ്വാനയുടെ ഉള്ളമൊന്ന് പിടഞ്ഞു. തങ്ങൾ വെറുതെ ഒരാളെ വിളിക്കില്ല. എന്തോ വലിയൊരു സങ്കടം വന്നിട്ടുണ്ട്. അവൾ ഒട്ടും സമയം കളയാതെ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഫോൺ റിങ് ചെയ്തതും മുഹ്സിൻ തങ്ങൾ വേഗം ഫോൺ എടുത്തു. മറുതലക്കൽ റിസ്വാനയുടെ ശബ്ദമായിരുന്നു. ഉസ്താദ് തങ്ങളെ, ഞാൻ റിസ്വാനയാണ്. എന്നെ അന്വേഷിച്ചെന്നറിഞ്ഞു. എന്താണ് ഉസ്താദ് പ്രശ്നം? അങ്ങയുടെ ശബ്ദത്തിൽ ഒരു വിഷമം പോലെ. തങ്ങൾ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. മോളെ, നീ വിളിച്ചല്ലോ, റബ്ബിന് സ്തുതി. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ്റെ ജ്യേഷ്ഠൻ നവാസിൻ്റെ ജീവിതം അപകടത്തിലാണ്. പുത്തൻ വീട് തറവാട് ഇതൊക്കെ മോള് കേട്ടിട്ടുണ്ടോ? ആ മാഷാ അല്ലാ, കേട്ടിട്ടുണ്ട്. പുത്തൻ വീട് തറവാട്ടിൽ ഒരു ഐഷുമ്മയൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതെ, കുറച്ച് ബുദ്ധിമുട്ടിലാണ്. എല്ലാത്തിനും നല്ലൊരു ഉമ്മയായിരുന്നു. ആ കേട്ടിട്ടുണ്ട് ഒരുപാട്. തങ്ങൾ കേസിൻ്റെ എല്ലാ അട്ടിമറികളും ജാമ്യം കിട്ടേണ്ടതിൻ്റെ തലേ ദിവസം നടന്ന നിഗൂഢമായ സംഭവങ്ങളും കണ്ണീരോടെ അവൾക്ക് വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ റിസ്വാനയുടെ മുഖം ഗൗരവമുള്ളതായി. അവളുടെ കണ്ണുകളിൽ ഒരു തീപ്പൊരി മിന്നി. ഉസ്താദ് വിഷമിക്കേണ്ട. ആ പാവം ചെറുപ്പക്കാരനെ ചതിച്ചവർ ആരായാലും അവരെ കേസ് ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. കേസ് അട്ടിമറിക്കാൻ അവർ എത്ര വലിയ വക്കീലിനെ വെച്ചാലും ശരി, സത്യത്തിൻ്റെ ബലം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നാളെ തന്നെ കോടതിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. എന്നാൽ അടുത്ത ദിവസം തന്നെ അത് റിസ്വാന നമ്മുടെ നവാസിൻ്റെ കേസ് അന്വേഷണത്തിന് വേണ്ടി വന്നു. അന്ന് തങ്ങളും എത്തിയിരുന്നു. എന്നാൽ അവളതാ കേസിൻ്റെ എല്ലാ രേഖകളും അവൾ സൂക്ഷ്മമായി പരിശോധിച്ചു. എതിർഭാഗം വക്കീൽമാർ ഉണ്ടാക്കിയ കള്ളത്തെളിവുകളും പോലീസിനെ സ്വാധീനിച്ചുണ്ടാക്കിയ അട്ടിമറികളും അവൾ ഓരോന്നായി കണ്ടെത്തി. ഇത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ വലിയൊരു ചതിയാണ് ഉസ്താദേ. പക്ഷേ കള്ളത്തിന് അധിക നാൾ ആയുസ്സുണ്ടാകില്ല, റിസ്വാന ഉറപ്പിച്ചു പറഞ്ഞു. തൻ്റെ കൈകളുയർത്തി തങ്ങൾ റിസ്വാനയെ അനുഗ്രഹിച്ചു. മോളെ, പടച്ചവൻ നിൻ്റെ കൂടെയുണ്ടാവും. നീ പാവങ്ങളുടെ കാവലാളാണ്. എന്നാൽ കോടതി മുറിയിൽ വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന് റിസ്വാന തയ്യാറെടുക്കുകയായിരുന്നു. പ്രതിഫലം ആഗ്രഹിക്കാതെ സത്യത്തിനു വേണ്ടി മാത്രം പോരാടുന്ന റിസ്വാന വക്കീലും പടച്ചവനിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ച മുഹ്സിൻ തങ്ങളും ഒന്നിച്ചപ്പോൾ നവാസിൻ്റെ മോചനം വിദൂരമല്ലെന്ന് അതാ ഏറെക്കുറെ ഉറപ്പായി. ആ നാട്ടുകാർക്കും ചതിയുടെ കോട്ടകൾ തകർത്ത്
സത്യം ജയിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഷമ്മാസ് ഇത് ഒരിക്കലും അറിഞ്ഞില്ല, ഇങ്ങനെയൊരു സംഭവം. ഷമ്മാസ് അറിഞ്ഞാൽ ഒരു പക്ഷേ വല്ലാത്തവൻ സന്തോഷിക്കും. ഉമ്മയുമായി ഹോസ്പിറ്റലല്ലേ, പുറം ലോകത്തെ കാര്യങ്ങളൊന്നും അവൻ അറിയുന്നില്ല. ഫോൺ പോലും അവൻ തുറക്കുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ അവസ്ഥ, ഉമ്മയുടെ അവസ്ഥ അവൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാൽ ഇടയ്ക്കിടെ കുഞ്ഞു വരും, കാര്യങ്ങൾ അന്വേഷിക്കും, പോകും, അങ്ങനെയൊക്കെ. ചുരുക്കി പറഞ്ഞാൽ അതാ ഐഷുമ്മയെ കുറച്ച് ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടത്തണം എന്നതാണ് ഡോക്ടറുടെ നിർദ്ദേശം. എന്നാൽ അതിനിടയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട നവാസിൻ്റെ കേസ് ഒന്നുകൂടെ വാദിക്കുവാനും അതിലുള്ള തെറ്റുകൾ കണ്ടെത്തുവാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നും നമ്മുടെ ഷമ്മാസ് ചിന്തിക്കുകയാണ്. എന്നാൽ ഈ സമയം മുഹ്സിൻ തങ്ങൾ, റബ്ബേ പഠിച്ചോനെ, ഈ ദുനിയാവിലായാലും എവിടെയായാലും കള്ളന്മാരും കള്ളത്തരം ചെയ്യുന്നവരും ഇഷ്ടം പോലെ ഉണ്ടാവും. കള്ളത്തരങ്ങൾ വിജയിക്കും ചെയ്യും. പാവങ്ങളായ ആളുകൾ നരകിച്ച് കഴിയും ജയിലിൽ. റബ്ബേ ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ഒരു അവസ്ഥ നീ കൊടുക്കല്ല അല്ലാ. മുഹ്സിൻ തങ്ങൾ ദുആ ചെയ്തു. അത് എൻ്റെ ചികിത്സയും കാര്യങ്ങളും അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെ പോവുക തന്നെ വേണം. എന്തായാലും ഇനി അടങ്ങി നിൽക്കാൻ പറ്റില്ല. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഷമ്മാസിനെ വിളിക്കുന്നു മുഹ്സിൻ തങ്ങൾ. മുഹ്സിൻ തങ്ങൾ റിസ്വാന വക്കീലുമായി സംസാരിച്ച് കേസിൻ്റെ ഫയലുകളെല്ലാം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഷമ്മാസിനെ ഫോണിൽ വിളിക്കുന്നത്. അപ്പുറത്ത് പ്രിയ സുഹൃത്തായ ഷമ്മാസ് മനസ്സ് തകർന്നിരിക്കുകയായിരുന്നു. ഒരു വശത്ത് നവാസിൻ്റെ കള്ളക്കേസ്, മറുവശത്ത് സ്വന്തം മുമ്പയുടെ പെട്ടെന്നുണ്ടായ ആ ഒരു ഷോക്ക്, എല്ലാം കൂടി താങ്ങാനാവാതെ അവസ്ഥയിലായിരുന്നു അവൻ. ഫോൺ റിങ് ചെയ്തപ്പോൾ തങ്ങളുടെ പേര് കണ്ട് ഷമ്മാസ് വേഗം ഫോൺ എടുത്തു. മുഹ്സിൻ തങ്ങൾ. ഒരു നിമിഷം അവൻ, അസ്സലാമു അലൈക്കും തങ്ങളെ. തങ്ങളുടെ ശാന്തവും ഗൗരവമുള്ളതുമായ ശബ്ദം മറുതലക്കിൽ കേട്ടു. വഅലൈക്കും അസ്സലാം മോനെ ഷമ്മാസ്. എന്തൊക്കെ ഉമ്മയുടെ വർത്താനം, എന്തൊക്കെ ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും പിന്നെ ലൈവിലൂടെ നമ്മുടെ ഫൈസി ഉസ്താദും അത് പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അറിയാതെ ആമീൻ പറഞ്ഞു. കാരണം ഒരു നാട് മുഴുവൻ ഐഷുമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ. തങ്ങളെ പ്രത്യേകം ദുആ ചെയ്യട്ടോ. ദുആ ചെയ്യുന്നുണ്ടല്ലോ, വിഷമിക്കല്ല മോനെ. അല്ല ഷമ്മാസ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉമ്മാക്ക് സുഖമില്ല എന്നൊക്കെ ഞാൻ അറിഞ്ഞപ്പോഴും ഞാൻ എന്തായാലും അള്ളാഹുവിനോട് ദുആ ചെയ്തു പെട്ടെന്ന് ഷിഫ നൽകുവാൻ വേണ്ടിയിട്ട്. ആമീൻ തങ്ങളെ. ഷമ്മാസിൻ്റെ ശബ്ദമിടേറിയിരുന്നു. പിന്നെ മോനെ, നമ്മുടെ നവാസിനെ നമുക്ക് രക്ഷിക്കണം. അതിനെപ്പറ്റി സംസാരിക്കാൻ, അവന് വേണ്ടി വാദിക്കാൻ പറ്റിയൊരു വക്കീൽ നമ്മുടെ അടുത്തുണ്ട്, വക്കീൽ തങ്ങൾ പറഞ്ഞു. അതുവരെ കേട്ട നിരാശയുടെ വാർത്തകൾക്കിടയിൽ തങ്ങളുടെ ഈ വാക്കുകൾ കേട്ടതും ഷമ്മാസ് ശരിക്കും ഞെട്ടിപ്പോയി. അവൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്ത് വക്കീലോ? തങ്ങളെ, ഈ അവസ്ഥയിൽ നമുക്ക് വേണ്ടി നിൽക്കാൻ ആരാണുള്ളത്? മറുഭാഗം അത്രക്കും വലിയ ആളുകളല്ലേ. ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യും. ഷമ്മാസിൻ്റെ ആശങ്ക മനസ്സിലാക്കിയ മുഹ്സിൻ തങ്ങൾ റിസ്വാന വക്കീലിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചും അവളുടെ കഴിവിനെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അവന് വിവരിച്ചു കൊടുത്തു. ആ വാക്കുകളിൽ ശരിക്കും ഷമ്മാസ് റിസ്വാന എന്ന പ്രതിഭയോടുള്ള വലിയ ബഹുമാനവും വിശ്വാസവും ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ല തങ്ങളെ അവരെ. അതേ മോനെ, നീ വിചാരിക്കുന്നത് പോലെയല്ല ഒരു സാധാരണ വക്കീലല്ല അവൾ. നല്ല ചുറുചുറുക്കുള്ളൊരു കുട്ടിയാണ്. അധികം പ്രായമൊന്നുമില്ല. എന്നാലോ സത്യത്തിന് മേലെ സത്യം പറയുവാൻ അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ആരും. അവളുടെ നിഘണ്ടുവിൽ കളവ് എന്നൊരു വാക്കില്ല. കളവിനെയൊന്നും അവൾ പ്രോത്സാഹിപ്പിക്കില്ല. കോടതി മുറിയിൽ കള്ളസാക്ഷിയെയും കള്ളത്തെളിവുകളെയും അവൾ അങ്ങ് തൂത്തുവാരും. തങ്ങൾ തുടർന്നു. അവൾ വാദിച്ചു കഴിഞ്ഞ കേസുകൾ ഇതുവരെയും പരാജയപ്പെട്ടിട്ടില്ല. അത്രക്ക് സൂക്ഷ്മതയോടെയാണ് അവൾ കാര്യങ്ങൾ പഠിക്കുന്നത്. പണം കൊണ്ട് ആരെന്തൊക്കെയോ പ്രലോഭനങ്ങൾ നൽകിയാലും കോടികൾ നീട്ടിയാലും അവൾ അത് തിരിഞ്ഞു പോലും നോക്കില്ല. സത്യത്തിൻ്റെ മേൽ മാത്രം കൂട്ടുനിൽക്കുന്ന വക്കീലാണവൾ. പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ അള്ളാഹു തിരഞ്ഞെടുത്ത കുട്ടി. തങ്ങളുടെ ഈ വിവരണങ്ങൾ കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ വലിയൊരു പ്രകാശം പരക്കുന്നത് പോലെ തോന്നി. അവൻ ചോദിച്ചു, തങ്ങളെ, അങ്ങനൊരു വക്കീലോ? നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഒരു വക്കീലുണ്ടോ? അതേ മോനെ, നമ്മളുടെ ഇവിടെയല്ല, ഇവിടെ അവൾ കുറച്ച് ദൂരെയാണ്. പക്ഷെ വിളിച്ചാൽ അപ്പോൾ വരും. കാരണം അവൾ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ കൂടിയാണ്. പിന്നെ മറ്റൊരു കാര്യം, കോടതിയിൽ ഇന്ന് ഞാനും അവളും അവിടെ നേരിട്ടെത്തിയിരുന്നു. അവൾ നവാസിൻ്റെ കേസുകളും ഫയലുകളും കുറേയൊക്കെ ഇരുന്ന് വിശദമായി പരിശോധിച്ചു. അത് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത്, അതിൽ പുതിയ ഫയലുകൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇതിൽ വളരെ വലിയൊരു അട്ടിമറി നടന്നിട്ടുണ്ട്. തങ്ങളുടെ ശബ്ദത്തിൽ ഗൗരവം കൂടി.
എന്തൊക്കെ തന്നെയായാലും അവർ എത്ര വലിയ അട്ടിമറി നടത്തിയാലും ശരി, കള്ളത്തരത്തിനെ വെളിച്ചത്ത് കൊണ്ടുവന്ന് സത്യത്തെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും എന്നാണ് അവൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ഷമ്മാസ്, സത്യം വിജയിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം, വികാരദർഭരമായി തങ്ങൾ പറഞ്ഞു നിർത്തി. മുഹ്സിൻ തങ്ങളുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഷമ്മാസിന് തൻ്റെ സന്തോഷം അടക്കാനായില്ല. അത്രയും നേരം നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കനത്ത ഭാരം ഒഴിഞ്ഞു പോയതുപോലെ അവന് തോന്നി. കണ്ണ് നിറഞ്ഞൊഴുകിയെങ്കിലും അത് സങ്കടത്തിൻ്റെയല്ല, പ്രത്യാശയുടേതായിരുന്നു. തങ്ങൾ ഫോൺ വെച്ചതിനു ശേഷം ഷമ്മാസ് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. യാ അല്ലാ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടോ. നവാസ് നിരപരാധിയാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. അവനെ ചതിച്ചവരുടെ കെണികളിൽ നിന്ന് രക്ഷിക്കാൻ നീ തങ്ങളുടെ രൂപത്തിലും റിസ്വാന വക്കീലിൻ്റെ രൂപത്തിലും വഴി കാണിച്ചു തന്നല്ലോ, നിനക്ക് സ്തുതി. അതുവരെ ഇരുട്ടിലായിരുന്ന നവാസിൻ്റെ ജീവിതത്തിലേക്ക് റിസ്വാന വക്കീൽ എന്ന നീതിയുടെ വെളിച്ചം കടന്നു വരികയാണ്. കള്ളങ്ങൾ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ആ കേസിൻ്റെ ഫയലുകൾ ഓരോന്നായി അഴിയാൻ അവൾ തൻ്റെ മൂർച്ചയുള്ള ബുദ്ധിയുമായി തയ്യാറെടുത്തു കഴിഞ്ഞു. എന്നാൽ അന്ന് കോടതിയുടെ പരിസരത്ത് മുഹ്സിൻ തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ മുഹ്സിൻ തങ്ങൾ എല്ലാ തിരക്കുകളും ഉപേക്ഷിച്ച് അങ്ങോട്ടെത്തിയതായിരുന്നു. കാരണം ഇത് നമ്മുടെ കാര്യമാണ്, അതായത് ഒരു വ്യക്തിയുടെ കാര്യമാണ്, പാവമാണ്, നിരപരാധിയെ രക്ഷിക്കണം, അള്ളാഹു എനിക്കതിനുള്ള പ്രതിഫലം നൽകും എന്നറിയാം. അതിനുവേണ്ടി മാത്രം രക്ഷിക്കണം ഒരാളെ, വേറൊന്നും വിചാരിച്ചിട്ടല്ല, അവന് രക്ഷിക്കണം എന്നുള്ള രീതിയിലായിരുന്നു മുഹ്സിൻ തങ്ങൾ അങ്ങോട്ട് ചെന്നത്. മറുഭാഗത്തെ വക്കീലന്മാർ സ്വാധീനവും പണവും ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത വ്യാജരേഖകളെല്ലാം അവരുടെ കൈകളിലുണ്ടായിരുന്നു. അവൾ മുഹ്സിൻ തങ്ങളെ നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞിരുന്നു, ആ നോട്ടത്തിൽ നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. വലിയ പ്രായമില്ലെങ്കിലും അനുഭവ സമ്പത്തുള്ള വമ്പൻ വക്കീലന്മാരെ പോലും വിറപ്പിക്കാൻ പോന്ന വാക്കുചാരുതയും നിയമവിജ്ഞാനവും റിസ്വാനക്കുണ്ടായിരുന്നു. കേസിൽ നടന്ന അട്ടിമറികളെല്ലാം അവൾ ഓരോന്നായി കോടതിക്ക് മുന്നിൽ തുറന്നു കാട്ടുവാൻ പോവുകയാണ്. പണത്തിന് മേലെ പരുന്തും പറക്കില്ല. ഈ കാലത്ത് പണത്തെയും സ്വാധീനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന റിസ്വാന വക്കീൽ നവാസിൻ്റെ കേസ് ഏറ്റെടുത്തതോടെ കളി മാറിമറിഞ്ഞു. മുഹ്സിൻ തങ്ങളുടെ പ്രാർത്ഥനയും ഷമ്മാസിൻ്റെ വിശ്വാസവും റിസ്വാനയുടെ പോരാട്ട വീര്യവും ഒത്തുചേരുമ്പോൾ ചതിയുടെ കോട്ടകൾ തകരുക തന്നെ ചെയ്യും എന്ന വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ മുഹ്സിൻ തങ്ങൾ നിൽക്കുന്നത്. അതെ, അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നവാസിൻ്റെ കാര്യത്തിൽ. എന്തൊക്കെ തന്നെയായാലും റിസ്വാന വക്കീൽ വാദിക്കുന്ന കേസ് വമ്പൻ ഭീമന്മാർ അത് ക്യാഷുകൾ കൊണ്ട് അട്ടിമറിച്ച് വീണ്ടും തടയുമോ? നമ്മുടെ റിസ്വാന വക്കീൽ അതിൽ പരാജയപ്പെടുമോ? പരാജയപ്പെടാൻ പാടില്ല. അതെ, സത്യത്തെ പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ റിസ്വാന വക്കീലിനെ മുഹ്സിൻ തങ്ങൾ വിളിച്ചത്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിത്തീരും അതെല്ലാം ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.